ഹലോ എവരിവൺ, ഇന്നൊരു ലഞ്ച് പ്രിപ്പറേഷനാണ്. വലിയ കാര്യമായിട്ടൊന്നുമില്ല, ഒരു ചെറിയ ബ്രെഡ് സാൻഡ്വിച്ച് എന്നൊക്കെ പറയാം. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. എല്ലാവരും ഉണ്ടാക്കുന്നതൊക്കെ ആയിരിക്കും, പ്രത്യേകിച്ച് പുതുതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, എങ്കിലും എൻ്റെ ഒരു വേ ഓഫ് മേക്കിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് ബട്ടർ എടുത്ത് പാനിൽ നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് 2 വീറ്റ് ബ്രെഡ് എടുത്ത് ടോസ്റ്റ് ചെയ്യാൻ വെച്ചു. അതൊന്ന് ടോസ്റ്റായി വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് സ്മാഷ് ചെയ്ത അവക്കാഡോ ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ടിട്ട് അത് മിക്സ് ആക്കിയിട്ട് അത് അവരുടെ മേലിലോട്ടങ്ങ് സ്പ്രെഡ് ചെയ്തു മൊത്തം. അത് കഴിഞ്ഞ് ഞാനൊരു ചീസ് എടുത്ത് നന്നായിട്ട് ഇട്ടിട്ട് എൻ്റെ മുകളിൽ ഫുള്ള് കവർ ചെയ്തു. ചീസ് എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടമായിട്ട് വിചാരിച്ചു കിടക്കട്ടെ, ഭംഗിക്കല്ലേ കാണാൻ. അത് കഴിഞ്ഞിട്ട് എനിക്കിഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ അതിൻ്റെ മണ്ടലങ്ങ് നിറച്ചു. കുക്കുംബർ, ക്യാരറ്റ്, തക്കാളി, പിന്നെ ഒനിയൻ, ക്യാപ്സിക്കം, അങ്ങനെ വെജിറ്റബിളൊക്കെ നമ്മുടെ ചോയ്സല്ലേ, നമുക്കിഷ്ടമുള്ളത് എന്തും ആഡ് ചെയ്യാം. അപ്പം എനിക്കിഷ്ടമുള്ളതും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഞാൻ എൻ്റെ മണ്ടയിലങ്ങ് നിറച്ചു. അതിനുശേഷം ഞാൻ വീണ്ടും ചീസ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഫുള്ള് നിറച്ചു. മെൽറ്റ് ചെയ്ത് വരുമ്പം ഒരു ഭംഗിയില്ലേ കാണാനൊക്കെ. അപ്പം ഫുള്ള് ഞാൻ ആ ചീസ് അങ്ങനെ ഗ്രേറ്റ് ചെയ്തു. ആ വെജിറ്റബിൾ കവർ ചെയ്യുന്നതെല്ലാം ഗ്രേറ്റ് ചെയ്തിട്ടു. എന്നിട്ട് ഞാനൊരു അടപ്പ് വെച്ച് തന്നെ അടച്ചു വെച്ചു, അത് ആ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വരാൻ വേണ്ടി. ആ സമയം കൊണ്ട് ഞാനൊരു ബോയിൽഡ് എഗ്ഗ് എടുത്തു, അത് അതിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ട് അതും റെഡിയാക്കി വെച്ചു. എന്നിട്ട് മുട്ട മാറ്റി വെച്ചു. എന്നിട്ട് ഞാൻ നമ്മുടെ സാൻഡ്വിച്ച് നോക്കിയപ്പോൾ സംഭവം ചീസെല്ലാം നല്ല മെൽറ്റായി സെറ്റായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനത് നേരെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് മാറ്റി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എൻ്റെ ബ്രെഡ് സാൻഡ്വിച്ച് റെഡി. ബ്രെഡും ഒരു ബോയിൽഡ് എഗ്ഗും കുറച്ച് വെജിറ്റബിൾ കട്ട് ചെയ്തതും പിന്നെ എൻ്റെ അമ്മ ഉണ്ടാക്കിയ ചിക്കൻ സ്റ്റൂവിൽ ഒരു ലെഗ് പീസ്. ഇത്രയും എൻ്റെ ലഞ്ച്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ലഞ്ച്. നല്ല ക്രഞ്ചി ആയിരുന്നു, കടിക്കുമ്പോൾ കരിമുരാന്നുള്ള സാധനം ഉണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു ഒത്തിരി. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.